നമ്മൾ ചെയ്യുന്നത് ചാപ്റ്റർ 1-ലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി. 7 + √5 / 7 - √5 minus 7 - √5 / 7 + √5 is equal to a plus 7/11 √5b. അപ്പോൾ ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഈ തന്നിരിക്കുന്ന ഇതിനകത്ത് RHSൽ എയും ബിയും ഉണ്ട്. നമുക്കിവിടെ ഇതിന് LHSും ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ LHSനെ നമ്മൾ ഈ ഒരു ഫോമിലാക്കി എഴുതണം. അപ്പോൾ നമുക്ക് എയുടെയും ബിയുടെയും എയും ബിയെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? കമ്പയർ ചെയ്യാനായിട്ട് ഇവിടെ ഈ LHSലുള്ളത് വെച്ച് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു മെത്തേഡിലാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇതിൻ്റെ LHS എടുത്തിട്ട് ഡിനോമിനേറ്ററിനെ നമ്മൾ റാഷണലൈസ് ചെയ്യുന്നു. അപ്പോൾ ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നില്ല, ഒരുമിച്ച് തന്നെ ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം LHS ഇങ്ങോട്ട് എടുത്തെഴുതുന്നു. LHS is equal to 7 + √5 / 7 - √5 minus 7 - √5 / 7 + √5 is equal to, ഇനി ഞാൻ ഇതിനെ റാഷണലൈസ് ചെയ്യുന്നു. ഇതിനെ എന്ത് വെച്ചാൽ റാഷണലൈസ് ചെയ്യുന്നത്? 7 + √5 കൊണ്ടാണ് നമ്മളിതിനെ റാഷണലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് 7 + √5 / 7 - √5 അതേപോലെ എഴുതുന്നു ഇൻറ്റു 7 + √5 / 7 + √5 മൈനസ്, ഇനി നമ്മൾ ഇതിനെ റാഷണലൈസ് ചെയ്യുന്നു. 7 - √5 / 7 + √5 ഇൻറ്റു ഇതിനെ നമ്മൾ 7 - √5 കൊണ്ട് റാഷണലൈസ് ചെയ്യുന്നു. 7 - √5 is equal to, ഇത് ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 7 + √5 the whole square divided by, ഇതെന്തായിട്ട് മാറും? 7 a² - b². a² എന്താണ്? 7² മൈനസ് √5² മൈനസ് ഇതെന്തായിട്ട് മാറും? 7 - √5 the whole square ഡിവൈഡഡ് ബൈ, ഇതും a + b × a - bയുടെ ഫോമിലാണ്. അപ്പോൾ a² - b² is equal to, ഇനി 7 + √5 the whole square നമുക്ക് എങ്ങനെ എഴുതാം? a + b the whole square ഫോമിലാണ്. അപ്പോൾ a² + 2ab + b². അപ്പോൾ എന്ത് വരും? 7² ദാറ്റ് ഈസ് 49 പ്ലസ് 2ab. ഇവിടെ എന്ന് പറയുന്നത് 7 ആണ്, b √5. അപ്പോൾ എന്ത് വരും? 2 × 7 14 √5 പ്ലസ് √5², അതാണ് b². അതെന്താണ്? √5ൻ്റെ സ്ക്വയർ 5 ഡിവൈഡഡ് ബൈ 7² 49 മൈനസ് √5ൻ്റെ സ്ക്വയർ 5 തന്നെ വരും മൈനസ്, ഇനി ഇതിനെ എങ്ങനെ എഴുതാം? 7² ദാറ്റ് ഈസ് 49 മൈനസ് 2ab. അപ്പോൾ 2 × 7 14 √5 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 49 മൈനസ് 5. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് കൊടുക്കണം. ബ്രാക്കറ്റ് കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ തെറ്റായിരിക്കും. is equal to 49 + 5 is 54. അപ്പോൾ 54 പ്ലസ് 14 √5 ഡിവൈഡഡ് ബൈ 49 മൈനസ് 5 is 44 മൈനസ് 49 + 5 is 54 മൈനസ് 14 √5 ബ്രാക്കറ്റ് ഇടാൻ മറന്നു പോകരുത് ബൈ 44. ഇവിടെ രണ്ടിടത്തും ഡിനോമിനേറ്റർ ഒരേപോലെ ആയതുകൊണ്ട് നമുക്കിതിനെ ഒരുമിച്ച് എഴുതാം. അപ്പോൾ 54 പ്ലസ് 14 √5, ഇവിടെ ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു. അപ്പം മൈനസ് 54, മൈനസും മൈനസും കൂടെ പ്ലസ് ആവും, പ്ലസ് 14 √5 divided by
44. ഇവിടെ 54 ക്യാൻസലായിപ്പോവും, 1 പ്ലസും 1 മൈനസും ആയതുകൊണ്ട് ബാക്കി അപ്പോൾ എന്ത് വരും? 14 + 14 28 √5 ഡിവൈഡഡ് ബൈ 44. ഇവിടെ നമുക്ക് എത്ര കൊണ്ട് ക്യാൻസൽ ചെയ്യാം? 4 വെച്ച് ക്യാൻസൽ ചെയ്യാം അല്ലേ? അപ്പോൾ 28 ഡിവൈഡഡ് ബൈ 4 ഈസ് 7. ഇവിടെ 11. അപ്പോൾ എന്ത് കിട്ടി? 7 √5/11 എന്ന് കിട്ടി. അപ്പോൾ ഇത് 0 ആയി. അപ്പോൾ നമുക്ക് 0 + 7 √5/11 എന്ന് കിട്ടി. അപ്പം നമുക്ക് ഇതാ ഇവിടെ നോക്കിയേ, ഈ ഒരു ഫോമിലായില്ലേ ഇത് അല്ലേ? അപ്പോൾ നമുക്ക് എന്തെഴുതാം? 0 + 7 √5/11 = എന്താണ്? ഈ ഇത്രയത്തിനെ ചെയ്തപ്പോഴാണ് നമുക്ക് ദാ ഇത് കിട്ടിയത് അല്ലേ? അപ്പം ഇതിൻ്റെ പ്ലേസിൽ നമ്മൾ ഈ കിട്ടിയതിനെ എഴുതി = a + 7/11 √5b. ഇവിടെ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എയുടെ പ്ലേസിൽ ഇവിടെ എന്താണ്? LHSൽ 0 ആണ്. സോ a = 0. ഇനി ബിയുടെ പ്ലേസിൽ എന്ത് വരും? 7 √5/11. ഇവിടെയും 7 √5/11 ബി ആണല്ലേ? അപ്പോൾ ഇവിടെ ബിയുടെ പ്ലേസിൽ എന്ത് വരും? കമ്പയർ ചെയ്യുമ്പോൾ 1 എന്ന് വരും. ഓക്കെ, അതായത് 7 √5/11 = 7 √5/11 ബി. അപ്പോൾ ബി എന്ന് പറയുന്നത് എന്താണ്? ഇതെല്ലാം ഇപ്പുറത്തേക്ക് പോകുമ്പോൾ 11 ന്യൂമറേറ്ററിൽ വരും, 7 √5 ഡിനോമിനേറ്ററിൽ വരും. എല്ലാം ക്യാൻസൽ ആയി പോയിട്ട് 1 എന്ന് നമുക്ക് കിട്ടും. സോ ബി = 1. അപ്പോൾ എയും ബിയും വാല്യൂ നമുക്ക് കിട്ടി. എ ഈസ് 0 ആൻഡ് ബി ഈസ് 1. മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന്? അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യനിൽ LHSനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഈ ഒരു ഫോമിലേക്ക് നമ്മൾ ആക്കുന്നു. അതിൽ നിന്ന് എയും ബിയും നമ്മൾ കമ്പയർ ചെയ്തെഴുതുന്നു. ഇവിടെ ദാ എയുടെ പ്ലേസിൽ ഇവിടെ 0 ആയതുകൊണ്ട് എ 0 എന്ന് എഴുതി. ബിയുടെ പ്ലേസിൽ കോഎഫിഷ്യൻ്റ് എന്താണ്? ബിയുടെ പ്ലേസിൽ ഇവിടെ 1 വരും ഇല്ലേ? കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ഒരേപോലെ ആയതുകൊണ്ട് അത് ക്യാൻസൽ ആയി പോയിട്ട് 1 എന്ന് വരും. ബി = 1.